ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തോത്തമന്മാരായുള്ളവരല്ലോ ഭക്തിയുക്തനോ വിജ്ഞാനമജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശ ലുപ്തമായിതു നിനക്കെന്നാലെ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ. ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ. ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യുകയാൽ അജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും നീ. ശൂർപ്പണാഗമനം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേര ഇരുന്നിടിനാനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിടും പാദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പൂക്കാൾ. ഭാനുമണ്ഡല സഹസ്രയോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനവ ഭവസമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണ പീഡിതനായാളേറ്റം സുന്ദരവേഷത്തോടു മന്ദഹാസവും പൊഴിഞ്ഞ് നിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരുടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കല്ലാദികളെല്ലാം എന്തിതോ ധരിച്ചിതോ താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട്. നീ എന്നോട് പിന്നെ ചോദിക്കുന്നല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാക്കിയ ശൂർപ്പണഖാ കാമരൂപിണിയല്ലോ. ഗരദൂഷ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാനാരെന്നും അറിഞ്ഞീലതുവിന എന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിതേ. സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത. ധന്യേ മദ്ഭ്രാതാവായ ലക്ഷ്മണനിവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരെ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതോ കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരനാവനോടരുൾ ചെയ്തിടിനാൻ. ഞാനിഹ തപോധനാവേഷവും ധരിച്ചോരോരോ ഗാനന തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ. മാനസേ പാർത്താൽ വിടിഞ്ഞിടരുതൊന്നും കൊണ്ടും സാപജ്ഞോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം. താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മിദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരെ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനിടോ. മംഗലശീലനും അനുരൂപനത്രയും നിന കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതോ കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവളപേക്ഷിച്ചാൽ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനോ മുര ചെയ്താൻ
എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിയിടകിലേശ്വരനായ രാമൻ തന്നോട് തവകുല ശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുല നായകനോട് ചൊന്നാൽ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലോ, നിനക്കെന്നു കൊണ്ടുവരെ ഒരു സങ്കടമുണ്ടായി വരാ. മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരുമനാരദം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാനൊരുത്തി വേണമതീനവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം അവനതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ. നിന്നെയും കണ്ടു കിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളുമവനില്ല സംശയമേതും. തെരിക്കെനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവളവനോടു. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസോടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനുമെന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ. നിന്നില്ലേതുമൊരു കാംക്ഷയുമെന്നറിക നീ. മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗവും കൊണ്ടു കോപവും അതി പ്രേമവും മാലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപെട്ട അഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദ്രംഷ്ടയും കൈകൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ. സംഭ്രമത്തോടും രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവളലറി അലമുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മറ്റൊലി കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരുമരുവിയാറുപോലെ ചോരയുമുലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവൊണ്ടിനി ഇപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരോളിനാൻ. രാക്ഷസ പ്രവരനായിടിനകരൻ മുന്നിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുന്നിൽ പതനം ചെയ്തു നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ ആശൂകരൻ. മൃത്യുത്തൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ച തത്ര ചൊല്ലാരെന്നോടെത്രയും വിരയെ നീ വീർത്തു വീർത്തേറ്റം വിറച്ചലറി സദ്ഗത മാർത്തി പൂണ്ടോർത്തു ഭീദ്യ ചൊല്ലിനാൾ അവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരോതുണ്ടു ഉത്തമ ഗുണന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കോ നാമമെന്നു. കാമിനിയുണ്ടു കൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജൻ യോഗത്താൽ ഉഗ്രനാമവരജൻ ഗഡ്ഗേന ഛേദിച്ചിരു മത്കുജാതികളെല്ലാം. ശൂരനായിടും അവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിലിച്ചവൻ നീടുമമ നിശ്ചയമറിഞ്ഞിടും. എന്നീവ കേട്ടൂകരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാതമന്മാരെ കൊന്നു മദ്ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നിതാശു 14 പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടി കൊടുത്തിടിൽ ലാലിവരാകൂതം വരുത്തിയിടും നിനക്കൂ മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ ഗരനേറ്റ ഉന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുഗ്ര മുസലാദി ചാപേഷു ബിണ്ടിപാലാദി പല വിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചു ഉദ്ദഗ്ധന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താൻ
എടുത്താരതു നേരം ബദ്ധവൈരേണ 14 വരോമിച്ചു ശസ്ത്രൗഗ്രം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രാത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചൊരു ശസ്ത്രൗകം വരും നേരം പ്രത്യേകം ഓരോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചിടുടൻ പ്രത്യാർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോരോന്നിനാൽ. ശൂർപ്പണകയും അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി കരൻ മുമ്പിൽ വീണ അലറിയിടിനാൾ. എങ്ങു പോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞു നിന്നയച്ചവർ 14 ചൊല്ലി. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി നീ വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണകയും ചൊല്ലിനാളതു കേട്ടു. വന്ന കോപത്താൽ കരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ 14,000 പോരിനോ ദൂഷണനോ മനുജത്രി ശിരാവും. ഖരവധം. ഘോരനാഘരനേവൻ ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടെ യുദ്ധം ചെയ്വതിനുടറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടല. മറ്റൊന്നു ചൊല്ലുന്നില്ലെന്നെയാണയിട്ടുമിട്ടു കറ്റാർ വാൾക്കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മി ദേവിയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പൂക്കാൻ. ചാപബാണങ്ങളെയും എടുത്തു പരിക മാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്നേരമാർത്തു വിളിച്ചു. നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ചാൽ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കര നേത്രമെന്മേൽ. തൽക്ഷണം അവയെല്ലാം ഏതു ഖണ്ഡിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാലഗ്രേ വന്നെടുത്തോരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണനതു നേര ഉഗ്രസന്നിപനായ രാമനോടടുത്തിതോ തൂകിനാൻ ബാണഗണം അവറ്റേ രഘുവരൻ വേഗേന ശരങ്ങളാൽ എൻമണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരകം 4-നെയും. കാലം വേശ്മിനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാട് ശതഭാരായ നിർമ്മിതമായ കൽപ്പെഴും പരികവും ധരിച്ചു വന്നാനവൻ. തദ്ബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി. തത്പരികത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നുടൻ ഉർവിയിൽ വീണു സമ വർത്തിപതനം പ്രവേശിച്ചു ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ 3 ശരം കൊണ്ടു രാമനെയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളാലെയ്തുതാൻ. 3 മുറിച്ചീടിനാൻ ത്രിശിരസ്സും 100 ബാണങ്ങളാലെയ്താൻ. അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവനയുധം ബാണമെയ്താൻ. അവനീപതി വീരൻ അവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകരമായിരിപ്പോരു തന്നുത്തമാംഗങ്ങൾ മുന്നം മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാപ തേടിയിടും രഥം തന്നിലമ്മാറുകരേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിടിനാൻ. ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ
ബാണമേധാശുകരൻ ചട്ടയും നുറുക്കിനാൻ. ദേഹവും ശരങ്ങൾ ഒട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയ്പൂതാകരാമൻ ജയ്പൂതാകെന്ന് ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശുക്രനാൽ നിഷ്പദമായുള്ളോ ഒരു ശരാസനം തൃക്കയിൽ കാണായി വന്നിതത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സുകൾ കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഖണ്ഡിച്ചാർ ഖരനുടെ ചാപവും കവചവും കുണ്ടലാഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിയിച്ചാതിനായകനടുത്തിടിനാ നേരത്തിങ്കൽ. മറ്റൊരു തേരിൽ കരയേറിനാശൂഖരൻ തെറ്റെന്നു പൊട്ടിച്ചിതു രാഘവനും അതുമപ്പോൾ. പിന്നെയും ഗതയുമായെടുത്താനാശൂഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലധൂരാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാഗ്നേയാസ്ത്രമേതെയ്തു രാഘവൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ചിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തിന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈരൈതമസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ. ഭാസുരമായ ദൈവതാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷണമൈഷികാസ്ത്രമെയ്തു രഘുപതി. വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പുതന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പോരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ. യാതുദാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിയിടുന്നേരം. ഇന്ദ്രദൈവദാസ്ത്രമയച്ചോരവളതു ചെന്നിന്ദ്രാതിതലയറു തീടിനാൻ ജഗന്നാഥൻ. വീണിതോ ലങ്കാനഗരത്തോരുത്തരദ്വാരേതല തൂണിപോക്കിതോ വന്നു ബാണവും അതു നേരം. കണ്ടു രാക്ഷസന്മാരെല്ലാമാരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണത്രിശിരാക്കളാം നിശാചര വരരും 14,000 മരിച്ചിതു നാഴിക. 3.25 കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരൻ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം. ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പോക്കൽ നിന്നു മാനസേ പുനരവരെ വരൂ മധുനേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്താപഹരം സേവകാഭീഷ്ടപ്രദം. നമസ്തേ രാമ ദയാവാരിതേ രഘുപദേ രമിച്ചീടണം ചിത്തം ഭവതി രമാപദേ. ത്വത്പാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജന മുദ്ഭവ മരണദുഃഖങ്ങളൊക്കെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. വേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂല ചേതന കൂടാരമായി ഭവിക്ക
ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂല മോർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായവതരിച്ചിടുവൻ ഞാനും ഭൂമൗ രാക്ഷസ സഹോദരന്മാരാം നിങ്ങളെ ഛേദിച്ചന്നു മോക്ഷവും തന്നിടുവീനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം. നിർണയം മഹാദേവനായതൊരുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീടനമാനന്ദസ്വരൂപനാം നിന്തിരുവടീനാഥ എന്നവരപേക്ഷിച്ച നേരത്തൂരുകുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മന പ്രാണഹങ്കാരാദികൾ ഒക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ. ജാഗ്രത സ്വപ്നാഖ്യാദ്യാവസ്ഥഭേദങ്ങൾക്കുമീതെ സാക്ഷിയാം പരം ബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാഗമാബായികളാം കാല്യാദിവേദങ്ങൾക്കു സാക്ഷിയായി മീത നിൽക്കും പരമാത്മാവ് പരബ്രഹ്മാനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത്കാരണൻ ദാശരഥി. രാഘവൻ 3.25 നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗക നികൃത്തമാം ഭർത്തുവിഗ്രഹം കണ്ടു മുക്തബാഷ്പമോദം വിദേഹാത്മജാമന്ദം മന്ദും തൃക്കൈകൾ കൊണ്ടു തലോടി പൊറിപ്പിച്ചിടിനാളൊക്കവേ പുണ്ണുമതിൻ വടവും മാറ്റിയിടിനാൾ. രക്ഷോവീരന്മാർ വീണുകിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃദി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടിനിപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തരുളിയിടിനാൻ. പിന്നെ ലക്ഷ്മണനെ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനീവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും ഖര ദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു. പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ താപോധനന്മാരോട് ചൊന്നാനമിത്രാന്തകൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താൽ ഇനിക്കാലം വൈകാതെയൊടുങ്ങിടും അർത്യവൈരികൾ എന്നുറച്ചു മുനിജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ പലരാശികൾ മായാ തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അംഗം ചേർത്തിടുവാനായി കൊടുത്തു വീട്ടിയിടിനാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാശുരാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിടിനാൻ. ഭക്തിയോടങ്കുലീയകമെടുത്തംബുജ വിലോചന നങ്കുതത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും ഭ്രാതാ തനിക്കണിഞ്ഞിടുവാനരുളിനാൻ.